வாங்கினேன். நிஜமா சொல்றேங்க, டெஃபினெட்லி. நீங்க பாருங்க ஒரு 10 வருஷத்துல. Happy, total, me and my wife. Because ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ ഇളയ ദളപതി വിജയ്, അതേ നമ്മൾ നെഞ്ചിലേറ്റിയ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഇളയ ദളപതി വിജയ്, അതേ വിജയ് തമിഴ്നാട് തൂക്കിയെടുത്തിരിക്കുകയാണ്. 8 സീറ്റിന്റെ കുറവുണ്ട് ഭൂരിപക്ഷത്തിന്. അത് കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ഒത്തുചേർന്ന് കൊടുക്കുമെന്നാണ് പറയുന്നത്. BJP കൂടെ കൂട്ടുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എനിവേ, ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് തമിഴ്നാടിൻ്റെ CM ആയി വിജയ് എണ്ണം മാറുകയാണ്. ഏറെ ഞെട്ടുളവാക്കുന്ന വാർത്ത തന്നെയാണ്. വിജയുമായി ബന്ധപ്പെട്ട് ഭാര്യ സംഗീതയുടെ ഈ ഒരു കോൺട്രവേഴ്സി വന്നപ്പോൾ ഇലക്ഷൻ്റെ സമയത്ത് അന്ന് തന്നെ ഞാൻ വീഡിയോ ചെയ്തവൻ പറഞ്ഞിരുന്നു, ഇതൊരിക്കലും വിജയുടെ ഈ ഒരു വിജയത്തെ ഒരിക്കലും ബാധിക്കത്തില്ല. തമിഴ്നാട്ടിലെ ജനങ്ങൾ ഇതൊന്നും ഏറ്റെടുക്കുന്ന സംഭവമല്ല. അവരെ സംബന്ധിച്ച് അവർക്ക് നഷ്ടമാണ്. അതിലേക്ക് ഞാൻ വരാം, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതുമായി ബന്ധപ്പെട്ട്. എനിവേ, എന്താണ് സംഭവിച്ചത് വളരെ വിശദമായി പരിശോധിക്കും. 2 മണ്ഡലത്തിലാണ് വിജയ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്, വിജയുടെ ഡ്രൈവറുടെ മകനെ ചുമ്മാതൊന്നും നിർത്തി ഓനും ജയിച്ചെന്നുള്ളതാണ്. അതായത് വിജയുടെ ഡ്രൈവറുടെ മകൻ രാഷ്ട്രീയ രംഗത്തേ ഇല്ലാത്തൊരു പഹയനായിരുന്നു. ഓനെയും കൂടെ നിർത്തി വിജയിപ്പിച്ചു. എന്തിനേറെ പറയുന്നു, മുഖ്യമന്ത്രി സ്റ്റാലിനെ തോപ്പിക്കാൻ വേണ്ടി സാധാരണപ്പെട്ട ഒരു പഹയനെ നിർത്തി മുഖ്യമന്ത്രി സ്റ്റാലിനെ തോപ്പിച്ചു എന്നുള്ളതാണ്. അതിനിടയിൽ ഏറെ ഞെട്ടലുളവാക്കുന്ന ചില സംഭവങ്ങൾ നടക്കുന്നു. അതേ, തമിഴ്നാട് മുഖ്യമന്ത്രിയായി ഒരുപക്ഷെ വിജയ് അല്ല, നമ്മൾ നെഞ്ചിലേറ്റിയ മറ്റൊരു താരം തൃശാമ്മയായിരിക്കാം ഒരുപക്ഷെ നമുക്ക് കാണാൻ സാധിക്കുക. ഒരുപക്ഷെ ഒരു മിഡ് ടൈമിൽ, അതായത് 2.5 വർഷം വിജയ് അല്ലെങ്കിൽ അടുത്ത 2.5 വർഷം തൃശാമ്മ, ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. എന്താണ് സംഭവിച്ചത് ഏറെ വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. അതേ, ഇവിടെ വിജയ് അണ്ണൻ 2 മണ്ഡലത്തിനാണ് ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കുന്നത്. വിജയ് അണ്ണനെ കാണാൻ വേണ്ടി കഴിഞ്ഞ ദിവസം റിസൾട്ട് അറിയുമ്പോൾ തൃശാമ്മ തിരുപ്പതി ക്ഷേത്രത്തിലായിരുന്നു. അവിടെ പൂജ നടത്തുകയായിരുന്നു. അതിനുശേഷം ഇന്നലെ വിജയ് അണ്ണനെ കാണാൻ വേണ്ടി എത്തുന്ന ഒരു സീൻ. ഒന്ന് ആലോചിച്ച് നോക്കുക, ആ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് MGR ജയലളിത രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോവുകയാണ്. ഇവിടെ ആര് വരേണ്ടിരുന്ന ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. സംഗീത വരേണ്ടിയിരുന്ന ഒരു സാഹചര്യത്തിൽ സംഗീത ഈ പറഞ്ഞ ഡൈവോഴ്സുമായി ബന്ധപ്പെട്ട് പോകുന്നു. അത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. ചില ആളുകൾ പറയുന്നുണ്ട് സംഗീതയ്ക്ക് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. അതായത് ഈ ഒരു വിഷയം വരുമ്പം വിജയ്ക്ക് ഈ ഒരു തൃശ്ശിയോട് അടുപ്പമുണ്ടെന്ന് സംഗീത കണ്ടുപിടിച്ചിട്ട് ചോദ്യം ചെയ്തിട്ട് ആദ്യം വിജയ് മാപ്പൊക്കെ പറഞ്ഞ്, വിജയ് ഈ പറയുന്ന കണക്കൊരു പൂർണ്ണമായ ഒരു കാമക്കടുവ, സാധാരണ നിലയ്ക്കുള്ള പഹയന്മാരെ കണക്ക് സിനിമാ താരങ്ങളെ കണക്കുള്ളൊരു കാമക്കടുവാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം മറ്റുള്ള നടികളുമായി ബന്ധപ്പെട്ട ഒരു അലിഗേഷൻ ഇതുവരെ വന്നിട്ടില്ല. മറ്റേതെങ്കിലും നടിയെ ചേർത്തുകൊണ്ട് വിജയിയെ ഇതുവരെ ഒരു ആരോപണം സ്വന്തം ഭാര്യ പോലും പറയുന്നില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. എനിവേ, തൃശ്ശിയുമായി ബന്ധപ്പെട്ട് സംശയമുണ്ടായെന്ന് പറയുന്നു. ആ ഒരു ബന്ധം നിർത്തണമെന്ന് ഓള് പറയുന്നു. ഓള് ആ സമയത്ത് UK-യിലായിരുന്നു, ഏറിയ പങ്കും UK-യിലായിരുന്നു. ആ ഒരു കാലയളവിൽ സംഗീത ശ്രീലങ്കൻ വംശജയാണ്, ദുബായ് സെറ്റിൽഡ് ആണ്. അങ്ങനെ UK-യിൽ നിന്ന് തിരിച്ചു വരുന്നു, ഈ ഒരു വിഷയം അറിയുന്നു. അതിനുശേഷം വിജയോട് പറയുന്നു, വിജയ് അതിന് തയ്യാറാണെന്ന് പറയുന്നു. പിന്നീട് അതിനുശേഷം ഇവരുടെ ബന്ധം കണ്ടിന്യൂ ചെയ്തു. ഞെട്ടിക്കുന്ന ചില വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോസ് ഇവർ തമ്മിലുള്ള ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന തെളിവുകൾ കിട്ടിയെന്ന് പറഞ്ഞാണ് ഓള് കേസിന് പോകുന്നത്. അതിനെ തുടർന്ന് കുടുംബത്തിൽ വലിയ വിഷയം ഉണ്ടാകുന്നു. അച്ഛനും, അതായത് വിജയുടെ അച്ഛനും വീട്ടിലുള്ളവരും ഒക്കെ ഓൾക്ക് സപ്പോർട്ടാണെന്ന് പറഞ്ഞ ആളുകൾക്ക് തെറ്റി. അച്ഛൻ വിജയുടെ ഭാഗത്താണ്. വരട്ടെ. happy, total, me and my wife. Because my wishes to my son, because I'm seeing last 2 years is confidence level. Okay, his confidence level is fantastic, and faith. I will come as a Chief Minister of Tamil Nadu. 1% doubt is not there with Vijay. That is his confidence level. I'm appreciating that attitude. First of all, for a leader, that boldness,
no alliance. അതായത് ഇവിടെ മനസ്സിലാവുന്നത് സംഗീതയ്ക്കും വിജയുടെ മക്കൾക്കും കനത്ത തിരിച്ചടി. അതായത് വിജയെ അൺഫോളോ ചെയ്യുന്നു, വിജയെ തള്ളിപ്പറയുന്ന രീതിയിലേക്ക്, മക്കൾ പോലും തള്ളിപ്പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. എന്നാൽ ഇലക്ഷനിൽ അതൊന്നും തിരിച്ചടിയായില്ല. ഇവിടെ വിജയണ്ണൻ്റെ മുടിവിനേക്കാൾ കൂടുതൽ മുടിവായിട്ട് എനിക്ക് തോന്നുന്നത് തൃഷയുടെ മുടിവാണ്. അതൊരു വല്ലാത്തൊരു മുടിവാണ്. ആ തൃഷയുടെ ആ ഒരു പഴയ വീഡിയോ വരട്ടെ. நான் சிஎம் ஆகணும். நிஜமா சொல்றேங்க, டெஃபினெட்லி. நீங்க பாருங்க ஒரு 10 வருஷத்துல. ഒന്ന് ആലോചിച്ച് നോക്കുക, ചില ആളുകൾ ചില മുടിവെടുത്തു കഴിഞ്ഞാൽ ചിലർക്ക് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. അതായത് എന്താഗ്രഹിച്ചാലും നടക്കും. ഞാൻ നേരത്തെ കേട്ടൊരു സംഭവം, ആദ്യമായിട്ട് തൃഷ, അതായത് ഈ ഡാൻസുകാരിൽ ഒരാളായി ഡാൻസ് കളിക്കാൻ വരുന്ന സമയത്ത് ഏതോ വിജയുടെ ഒരു സിനിമയിൽ ഡാൻസുകാരിയായി വരുന്നു. അന്ന് നായികയായിട്ട് പ്രമുഖ താരങ്ങൾ, അന്നത്തെ പ്രമുഖ നടിമാരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ തൃഷ പറഞ്ഞു എന്നാണ് പറയുന്നത്, ഞാനൊരു കാലത്ത് വിജയുടെ നായികയായി മാറി, എൻ്റോടൊപ്പം വേറെ ഡാൻസ് കളിക്കാൻ ആൾക്കാർ വരുന്ന രീതിയിലേക്ക് വരുമെന്ന് തൃഷ അന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ പിൽക്കാലത്ത് സംഭവിച്ചു. തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ ആക്ട്രസ്സായി മാറി. അതേ തൃഷ തന്നെ 2005 ഒരു മുടിവെടുക്കുന്നു. അതായത് ഞാൻ തമിഴ്നാട് CM ആവും. അത്തരത്തിലൊരു ആഗ്രഹം ഉണ്ടാവുന്നു. ഓള ആഗ്രഹം ഇങ്ങനെ കൊണ്ടു നടക്കുന്നു. അതിനുശേഷം വിജയുമായിട്ട് ഈ പറഞ്ഞ കണക്ക് വലിയ അടുപ്പം ഉണ്ടാവുന്നു. വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു. കമലഹാസനോ രജനി അണ്ണനോ ചെയ്യാൻ പറ്റാത്ത ഒരു വലിയ അച്ചീവ്മെന്റ് വിജയ്ക്ക് നേടിയെടുക്കാൻ സാധിക്കും. എനിക്ക് വന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ തീരുമാനം തന്നെ തൃഷ പറഞ്ഞിട്ടാണോ സംശയമുണ്ട്. തൃഷയ്ക്ക് CM ആവണമെന്നൊരാഗ്രഹം, ആ ഒരു ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി വിജയണ്ണൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുവാണ്. അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ഒരാൾ ഈ ഒരു വിജയം പ്രതീക്ഷിച്ചില്ലെന്നുള്ളതാണ്. ആക്സിസ് ഇന്ത്യയുടെ ഒറ്റ സർവേയിൽ മാത്രമാണ് അവർ കറക്റ്റായിട്ട് പറഞ്ഞു 105 സീറ്റാണ്ട് പറഞ്ഞു. 107 108 സീറ്റ് കിട്ടുന്നു. 2 മണ്ഡലത്തിൽ, ഒരു മണ്ഡലത്തിൽ 1,27,000 വോട്ടിനാണ് ജയിച്ചിരിക്കുന്നത്, മറ്റിടത്ത് 27,000. അപ്പോൾ ഒരുപക്ഷെ ഇനിയാവും ഏറ്റവും വലിയ ട്വിസ്റ്റ് വരാൻ പോകുന്നത്. ഈ ഒരു മണ്ഡലത്തിൽ നിന്ന് വിജയ് എന്തായാലും രാജിവെക്കും. ആ രാജിവെച്ച സ്ഥലത്ത് മിക്കവാറും തൃഷയായിരിക്കും മത്സരിപ്പിക്കുക. അവിടെ നിന്ന് തൃഷ ജയിക്കുകയാണെങ്കിൽ ഉറപ്പായി തൃഷയ്ക്ക് ഒരു CM ആയിട്ട് 2.5 വർഷം കൊടുക്കാം. ചിലപ്പം പൂർണ്ണമായും തൃഷയെ തന്നെ CM ആക്കി മാറ്റിയിട്ട് വിജയ് ഒരു നടത്തിപ്പുകാരനായി മാറുമോ, സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കുന്ന രീതിയിൽ തൃഷയെ CM ആക്കി മാറ്റുമോ അറിയില്ല. ഇല്ലെങ്കിൽ പോലും അടുത്ത വർഷം, അടുത്ത ഘട്ടത്തിൽ തൃഷയ്ക്ക് വേണമെങ്കിൽ ജയിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയാവുന്ന രീതിയിലേക്ക് വരാം. എനിവേ തൃഷ ആഗ്രഹിച്ചത് എന്താണോ അത് പൂർണ്ണമായും നടന്നിരിക്കുന്നു. ഏറെ ഞെട്ടലുളവാക്കുന്ന സംഭവം തന്നെയാണ്. സംഗീതയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ്. സംഗീത ഈ ഒരു വിഷയത്തിൽ ചില ആളുകൾ എങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, സംഗീതയ്ക്ക് മിണ്ടാതിരുന്നാൽ പോരായിരുന്നു. ഈ പറഞ്ഞ അവിധ ബന്ധത്തെ പറ്റിയൊക്കെ അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത രീതി മുന്നോട്ട് പോകുന്ന പ്രമുഖ ഞങ്ങളുടെ ഭാര്യമാരുണ്ട്. അത്തരത്തിൽ മുന്നോട്ട് പോയാൽ മതിയായിരുന്നൊക്കെ പറയുന്നവരുണ്ട്. ചിലരെ കൊണ്ട് അത് സാധിക്കത്തില്ല. സംഗീതയും വിജയെ ഒരുപാട് സ്നേഹിച്ച്, ഒരു ഫാൻ ഗേളായിരുന്നു, ഒരുപാട് സ്നേഹിച്ച് കിട്ടിയതാണെന്നാണ് പറയുന്നത്. ഇത്തരത്തിലൊക്കെ ഉണ്ടാകുന്നത് ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്ന സംഭവമല്ല. എനിവേ സംഗീതത്തെ സംബന്ധിച്ച് കനത്ത തിരിച്ചടി, അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരു CMൻ്റെ ഭാര്യയായി മുന്നോട്ട് പോകേണ്ടിയിരുന്ന ആൾക്ക് ആ ഒരു അവസരം നഷ്ടമായിരിക്കുന്നു. MGR ജയലളിത അതേ പാറ്റേണിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പിന്നെ വിജയ് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു വിജയ് ഇത്രയും അധികം ഒരു നടനെ കുറിച്ച് പറഞ്ഞു, ഇത്രയും അധികം സാലറിയൊക്കെ മേടിച്ചുകൊണ്ടിരുന്ന ഒരാളായതുകൊണ്ട് വലിയ അഴിമതി ഒന്നും നടത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും അധികം സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് വലിയൊരു അഴിമതിയിലേക്ക് പോകത്തില്ല. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ജനങ്ങൾക്ക് ഏറ്റവും അധികം ഉപകാരപ്പെടുന്ന ഒരു മുഖ്യമന്ത്രിയായി, തമിഴ്നാട്ടിലെ ഒരു മുഖ്യമന്ത്രിയായി വിജയ്ക്ക് മാറും. അത് വിജയാണോ തൃഷമ്മയാണോ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയപ്പെടുത്തുക. അതുമായിട്ട് വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.